ഭക്തിസാന്ദ്രമായ പൊങ്കാലയുടെ നിറവിലാണ് തലസ്ഥാനം. നഗരമെങ്ങും നാടെങ്ങും പൊങ്കാല അടുപ്പുകൾ നിറയുകയാണ്. അമ്മ എത്ര കാലമായിട്ട് പൊങ്കാല ഇടുന്ന ആളാണ്? എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോഴിക്കോട്. കോഴിക്കോട്. ഈ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അനുഭവിക്കാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇത്തരത്തിൽ നിരവധി പൊങ്കാല അടുപ്പുകൾ നമുക്ക് ചുറ്റുമായിട്ട് കാണാം. ഇങ്ങനെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം റോഡിലാണ്. എന്തായാലും നിരവധി അമ്മമാർ നമ്മോടൊപ്പമുണ്ട്. അമ്മ എത്ര കാലമായിട്ട് പൊങ്കാല ഇടുന്നു? ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല ഇടുന്നത്. രണ്ടാമത്തെ വട്ടമാണ് പൊങ്കാല ഇടുന്നത്. കഴിഞ്ഞ വട്ടം ഇതേ പ്രദേശത്ത് തന്നെ ആയിരുന്നോ? സ്ഥാനത്ത് തന്നെയാണ്. സന്തോഷമാണോ? സന്തോഷമായി. ഇങ്ങനെ പൊങ്കാല നിവേദ്യം, ദൈവിക്ക് ഇഷ്ടപ്പെട്ട പൊങ്കാല നിവേദ്യം അർപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണെന്ന് തോന്നുന്നൊരു വിശ്വാസം. അത് അങ്ങനെ നടക്കാറുണ്ടോ? നടക്കും. തീർച്ചയായിട്ടും നടക്കും. ആ ഒരു വിശ്വാസം എന്ന് മനസ്സിലുണ്ട്. എന്താണ് ഇവിടെ ഇത്തരത്തിൽ ഒരുപാട് പേരെ കാണാം. ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വട്ടവും വരുന്ന ആൾക്കാരുണ്ട്, പുതുതായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. നേരത്തെ നമ്മളോടൊരു അമ്മ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായി വരുന്ന ആൾക്കാരുണ്ട്, വർഷങ്ങളായി പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. ഒരുവിധം കേരളത്തിലെ എന്താ പറയുക, ആദ്യത്തെ ഒരു പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയാണ്. പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ പല ജില്ലകളിലും പൊങ്കാലകൾ നടക്കാറുണ്ടെങ്കിലും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് തലസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വലിയൊരു മഹോത്സവം തന്നെയാണ്. എല്ലാ വർഷവും തിരക്ക് കൂടിക്കൂടി വരുന്നതല്ലാണ്ട് ഒരു കാരണവശാലും തിരക്ക് പൊങ്കാലയ്ക്ക് കുറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത്തവണയും ഒരുപാട് അമ്മമാരാണ് ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ വന്നിട്ടുള്ളത്. അമ്മ എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന് വരികയാണ്. ഇപ്പം ഇന്നലെ വന്നു. എങ്ങനെയാ? അത് അത്ര ദിവസം മുൻപ് വന്ന് രാവിലെ വന്നു. എത്രാം തവണയാണ് വരുന്നത്? ആദ്യത്തെ തവണയാണ് വരുന്നത്. ഇത്തരത്തിൽ നഗരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നഗരമെമ്പാടും പൊങ്കാല അടുപ്പുകൾ നിറയുകയാണ്. ദേവിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പൊങ്കാല നിവേദ്യം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നുള്ളതാണ് വിശ്വാസം. അത്തരത്തിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നല്ല, ഈ പ്രദേശത്ത് മാത്രമല്ല, നഗരമെമ്പാടും ഇത്തരത്തിൽ പൊങ്കാല അടുപ്പുകൾ നിറയുകയാണ്. പൊങ്കാലയുടെ ഒരു ഭക്തിയിൽ നിറയുകയാണ് തലസ്ഥാനം. നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. എത്ര കാലമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്? ആദ്യത്തെ പ്രാവശ്യമാണ്. എവിടുന്നാ വരുന്നേ? കോഴിക്കോട് ചേളന്നൂർ. കോഴിക്കോട് നിവാസികൾ കുറച്ചധികം പേരുണ്ടെന്ന് തോന്നുന്നല്ലോ. നേരത്തെ അവിടെ ഒരാളെ കണ്ടു. എത്ര പേരുണ്ടായിരുന്നു? 50 പേരോളുണ്ട്. കോഴിക്കോട് നിന്ന് മാത്രം 50 പേരുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് എന്തായാലും ഈ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് കോഴിക്കോട് നിന്ന് മാത്രമായിട്ട് ഏകദേശം ഒരു ബസ്സിൽ 50ഓളം അമ്മമാരും സ്ത്രീകളും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. അത്തരത്തിൽ ആദ്യമായി ഈ അനുഭവം പങ്കുവയ്ക്കുന്നതിൻ്റെ സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് കുറച്ച് മുൻപോട്ടായിട്ടൊന്ന് നോക്കാം. എവിടുന്നാ വരുന്നേ? കോഴിക്കോട് ബാലുശ്ശേരി. കോഴിക്കോട്ടുകാര് അവസാനിക്കുന്നില്ല. ഞങ്ങൾ അവിടെ തുടങ്ങിയപ്പോഴേ അതേ ടീം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങൾ മൊത്തം നിങ്ങൾ ബുക്ക് ചെയ്തേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച വന്നിട്ടുണ്ട്. എത്ര ദിവസം മുമ്പേ പ്ലാൻ ചെയ്തു നമുക്ക് പോകണമെന്ന്? ഡിസംബറിൽ എന്നെ അമ്മ വിളിച്ചതാണ്. അപ്പോൾ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. അവൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവൾ വന്നിട്ടില്ല. ആദ്യത്തെ തവണയാണോ? ആദ്യത്തെ തവണയാണ്. അമ്മ ഇപ്പൊ ഇത്തവണ 3ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ ആദ്യത്തെ തവണയാണ്. വളരെ നല്ലൊരു അനുഭവമാണ്. ഇനി വരണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. പറ്റിയാൽ വരികയും ചെയ്യും. എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് കോഴിക്കോടുകാരാണ് നിലവിൽ കൂടുതൽ. നമുക്ക് എന്തായാലും വേറെ പ്രദേശത്തുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മുൻപോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. നമുക്ക് അവരുടെ കൂടെ പ്രതികരണം തേടാം. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നിരവധി പൊങ്കാല അടുപ്പുകൾ ഇത്തരത്തിൽ ഈ നഗരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുങ്ങിക്കഴിഞ്ഞു. ഏകദേശം 9:45 കഴികെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തിരി തെളിയിച്ചതോടെ നഗരമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള പൊങ്കാല അടുപ്പുകളിലും അവർ ദീപം തെളിയിച്ചു എന്നുള്ളതാണ്. നിങ്ങളും കോഴിക്കോടുകാർ തന്നെയാണോ? നമ്മൾ അവിടെ നോക്കുമ്പോൾ അവിടുന്ന് ഇവിടം വരെ കോഴിക്കോടുകാർ തന്നെയായിരുന്നു. ഒരേ ടീമിന്റെ ആൾക്കാരാണ്. ഞങ്ങളുടെ ടീമാണ്. 72 പേരുണ്ട് ഞങ്ങള്. സുനിയങ്കൾ ടീം. ഒറ്റ ബസ്സിൽ വന്ന ആൾക്കാരാണോ? എന്തായാലും 72 പേരോളം വന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. അവരിൽ പലരും നിങ്ങളും ആദ്യത്തെ തവണയാണോ? ആദ്യത്തെ തവണയാണ്. ഒരുവിധം എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ആദ്യത്തെ തവണ. ഗൈഡാണ്. ഏകദേശം എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്? അപ്പോൾ ഒരു 8 വർഷത്തോളമായി ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നഗരമെമ്പാടും സമാനമായ കാഴ്ചകൾ തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ നിറവിലാണ് തലസ്ഥാനം എന്ന് പറയേണ്ടി വരും. വരും വർഷങ്ങളിലും തങ്ങൾ തീർച്ചയായും പൊങ്കാലയിടാൻ വരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായും അതുപോലെ ആദ്യമായുമൊക്കെ
പൊങ്കാല ഇടാൻ വരുന്നവർ നമ്മളോട് പങ്കുവച്ച പ്രതികരണം.